നമസ്കാരം. GK 2020യിലേക്ക് ഏവർക്കും സ്വാഗതം. ഗാന്ധിജിയെക്കുറിച്ചുള്ള കുറേ ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ. ഗാന്ധിജിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നത് ആരുടെ വചനമാണ്? ഉത്തരം മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജി പ്രൈമറി പഠനം നടത്തിയത് എവിടെയാണ്? ഉത്തരം പോർബന്തറിലെ രാജ്കോട്ട് വിദ്യാലയത്തിൽ. ഗാന്ധിജിയുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് അദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ കേട്ടെഴുത്ത് നടത്തിയപ്പോൾ ഗാന്ധിജി തെറ്റിച്ച വാക്ക് ഏത്? ഉത്തരം കെറ്റിൽ. ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പോയത് എത്രാമത്തെ വയസ്സിലാണ്? ഉത്തരം 18ാമത്തെ വയസ്സിലാണ് ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പോയത്. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിയെ ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ ഏത്? ഉത്തരം പീറ്റർ മാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷൻ. 1893 ജൂൺ 7 വെള്ളക്കാർക്ക് മാത്രം പ്രവേശനമുള്ള ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ കയറിയതിനാലാണ് ഗാന്ധിജിയെ ആ ട്രെയിനിൽ നിന്ന് പീറ്റർ മാരിറ്റ്സ്ബർഗിൽ ഇറക്കിവിട്ടത്. ഗാന്ധിജി എത്ര തവണ ജയിൽ ജീവിതം അനുഭവിച്ചിട്ടുണ്ട്? ഉത്തരം 11 തവണ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ഉത്തരം ദക്ഷിണാഫ്രിക്ക. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം 1901 സമ്മേളനം. 1901 കൊൽക്കത്ത സെഷനിലാണ് മഹാത്മാഗാന്ധി ആദ്യമായി കോൺഗ്രസ് വേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ പ്രസിഡന്റ് ആയത് എപ്പോൾ? ഉത്തരം 1920. ബ്രിട്ടീഷ് ഇന്ത്യയിൽ സ്വയംഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ 1905 സ്ഥാപിച്ച ഒരു സംഘടനയാണ് ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗ്. ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം ജോഹന്നാസ്ബർഗ്. ഗാന്ധിജി വൈക്കം സന്ദർശിച്ച വർഷം എന്ന്? ഉത്തരം 1925. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെ? ഉത്തരം പയ്യന്നൂർ. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിക്കൊപ്പം എത്ര പേരുണ്ടായിരുന്നു? ഉത്തരം 78 പേർ. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയും അനുയായികളും പാടിയ ഗാനം ഏത്? ഉത്തരം രഘുപതി രാഘവ രാജാറാം. ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതി ഏത്? ഉത്തരം വാർധാ പദ്ധതി. ഇന്ത്യയിൽ തദ്ദേശീയ വിദ്യാഭ്യാസ പദ്ധതി വികസിപ്പിക്കാൻ വേണ്ടി ഗാന്ധിജി രൂപീകരിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധാ പദ്ധതി. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സി രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്നു സി രാജഗോപാലാചാരി. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി ആര്? ഉത്തരം വിനോബാ ഭാവെ. പ്രശസ്ത ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവും ഗാന്ധിയനും ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ പോഷകനുമായിരുന്നു വിനോബാ ഭാവെ. സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ഉത്തരം യേശുക്രിസ്തു. അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ. അമേരിക്കയിൽ കറുത്ത വർഗക്കാർക്ക് പൗരാവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിച്ച പ്രധാന നേതാക്കളിൽ ഒരാളാണ് മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിത രചിച്ചത് ആര്? ഉത്തരം NV കൃഷ്ണവാര്യർ.
ഗാന്ധിജിയുടെ ആത്മകഥയിൽ പ്രതിപാദിക്കുന്ന ഏക മലയാളി ആര്? ഉത്തരം ബാരിസ്റ്റർ GP പിള്ള. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരത്തെ. തിരുവിതാംകൂറിലെ അവർണ ദളിത് ആദിവാസി ജനവിഭാഗങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചുകൊണ്ട് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് പുറപ്പെടുവിച്ച വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ഗാന്ധി എന്ന സിനിമയിൽ ഗാന്ധിജിയുടെ വേഷമിട്ടത് ആര്? ഉത്തരം ബെൻ കിങ്സ്ലി. 1982 നവംബർ 30 ഗാന്ധി സിനിമ റിലീസായത്. 1982 പുറത്തിറങ്ങിയ ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആര്? ഉത്തരം റിച്ചാർഡ് ആറ്റൻബറോ. ഏതു രാജ്യമാണ് ആദ്യത്തെ ഗാന്ധി സ്റ്റാമ്പ് അച്ചടിച്ചത്? ഉത്തരം സ്വിറ്റ്സർലാൻഡ്. ഗാന്ധിജിയുടെ 4 പുത്രന്മാർ ആരെല്ലാം? ഉത്തരം ഹരിലാൽ, മണിലാൽ, രാംദാസ്, ദേവദാസ്. രക്തമാംസങ്ങളോടെ ഇതുപോലൊരു മനുഷ്യൻ ഭൂമിയിലൂടെ കടന്നുപോയെന്ന് വരും തലമുറയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞെന്നു വരില്ല. ഗാന്ധിജിയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആര്? ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ. ദി മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ ആര്? ഉത്തരം ശ്യാം ബെനഗൽ. 1996 ഏപ്രിൽ 26 ദ മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന ചിത്രം ഇറങ്ങിയത്. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ നിങ്ങൾ അറിഞ്ഞില്ലേ? മറ്റൊരു വീഡിയോയുമായി GK 2020 വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.